ഈ ഒരു സ്പീഡിൽ ഇതിപ്പോൾ 4000 RPM പൊക്കോണ്ടിരിക്കുന്നത്. ശരിക്കും ഇനി ഒരു ഗിയറിൻ്റെയും കൂടെ എനിക്കൊരു അഡീഷൻ വേണമെന്ന് തോന്നുന്നുണ്ട് നമുക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ. പിന്നെ ആസ് യൂഷ്വൽ ഇറ്റ്സ് എ ഹോണ്ട, റിഫൈൻമെൻറ്റ് ലെവൽസ് ആർ ടു ഗുഡ്. ഓ ഇങ്ങനെ എന്തും നോക്കിയാൽ ദൈവമേ എടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വിശേഷം? നമ്മളിന്ന് ഓടിക്കാൻ പോകുന്നത് ഒരു 2023 മോഡൽ ഹോണ്ട ഹോർനെറ്റ് 2.0. സോ നമ്മുടെ പൾസർ NS 200, നമ്മുടെ അപ്പാച്ചി RTR 200 അതൊക്കെയുള്ള നമ്മുടെ 200cc സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് മോട്ടോർ സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് പെർഫോമൻസ് വൈസ് ഒരു 150cc എടുക്കുന്ന ആളും ഒരു 200cc എടുക്കുന്ന ആളും എല്ലാം കൺസിഡർ ചെയ്യുന്ന ഒരു മിഡിലുള്ള മോട്ടോർ സൈക്കിളാണ് ശരിക്കും ഈ ഒരു ഹോർനെറ്റ്. ശരിക്കും ഹോർനെറ്റ് ലോഞ്ച് ചെയ്യുന്നത് ഒരു 2015 160R എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മുടെ 160cc എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. അത് അത്യാവശ്യം സെയിൽസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2020 നമ്മുടെ ഈ ഹോർനെറ്റ് 2.0 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ ഇറങ്ങുന്നത്. നമ്മുടെ 160cc നേരെ 184cc നമ്മുടെ USD ഫോക്സ് വന്നു, നമ്മുടെ LED സെറ്റപ്പ് ഒക്കെ വന്നു. ആൻഡ് 2023 ഇവരൊരു അപ്ഡേറ്റ് കൊടുത്തു, OBD2 കംപ്ലൈൻ്റ് ആക്കി. പിന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ച് കൊടുത്തു. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഹോർനെറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് TFT ഡിസ്പ്ലേ കിട്ടും, പിന്നെ ഡുവൽ ചാനൽ ABS ഉണ്ട്, ട്രാക്ഷൻ കൺട്രോളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അതൊന്നും ഇല്ലാത്ത 2023 മോഡലാണ്. ഈ സെഗ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹോർനെറ്റ് ആണ് ദ ഓവർ പ്രൈസ്ഡ് വൺ. അറൗണ്ട് 1.85 lakhs ഓൺ റോഡാണ് ഇപ്പോൾ നിങ്ങൾ ഹോർനെറ്റ് എടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത്. ഈ വണ്ടി എടുത്തേക്കുന്നത് ഒരു 1.75 lakhs റേഞ്ചിലായിരുന്നു. എന്തായാലും ആ ഒരു എക്സ്ട്രാ പൈസ അടച്ച് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ഈ ഒരു വണ്ടി എടുക്കുന്നത് ശരിക്കും വെർത്താണോ നമുക്ക് നോക്കാം. നമുക്ക് ഓടിച്ച് നോക്കാം ഈ വണ്ടിയുടെ റിഫൈൻമെൻറ്റ് എങ്ങനെയുണ്ട്, നമ്മുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, എല്ലാം നമുക്ക് നോക്കാം. ആൻഡ് ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ കീ വന്നേക്കുന്നത്. ഹോണ്ടയുടെ ഒരു കീ കാണാം, നീറ്റ് കീ. അത് നമുക്ക് ഇനി സ്ട്രെയിറ്റ് അവേ നമുക്ക് കീ ഹോൾഡ് ഇടാം. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ വെൽക്കം അനിമേഷൻസ് ഒക്കെ ക്ലസ്റ്ററിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഹാസാർഡ് ലൈറ്റും ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ഇടാം. ആൻഡ് ലുക്ക് വൈസ് അത്യാവശ്യം നല്ല ഷാർപ്പറായ ഡിസൈനാണ്. 160R വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഷാർപ്പറാക്കിയിട്ടുണ്ട് ഡിസൈൻ. ആൻഡ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഹോണ്ടയുടെ ലോഗോ കാണാം, നമ്മുടെ LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നൈസായിട്ട് നിൽക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റ് നല്ല ഷാർപ്പറായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓൾ LED സെറ്റപ്പാണ് വന്നേക്കുന്നത്. ആൻഡ് ഫ്രണ്ടിൽ നമ്മൾ എടുത്ത് നിൽക്കുന്നത് ഈ ഒരു 37mm ബിഗ് USD ഫോക്സ് ആണ്. ഗോൾഡൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. അപ്പോൾ അത്യാവശ്യം ഇനി ഫ്രണ്ട് സെക്ഷൻ എത്ര സ്റ്റിഫർ ആണെന്ന് നോക്കാം. USD കൊടുക്കുമ്പോൾ അത്യാവശ്യം സ്റ്റിഫർ ആയിട്ടാണ് സാധാരണ നമ്മുടെ ഫ്രണ്ട് സെക്ഷൻ വരല്. ഫ്രണ്ട് ടയേഴ്സ് വന്നിട്ട് 110 സെക്ഷൻ ആണ്. അത്യാവശ്യം വൈഡർ ടയേഴ്സ് ആണ്. പ്രൊഫൈൽ കുറവാണ് സെഗ്മെന്റ് എടുത്ത് നോക്കിയാൽ. ബട്ട് അത്യാവശ്യം നമുക്ക് റോഡിൽ കോണേഴ്സ് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്രണ്ട് സെക്ഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. ഒരു 276mm ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. പെറ്റൽ ഡിസ്ക് ബ്രേക്ക്, ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ ഒക്കെ അത്യാവശ്യം ഇത് ഹെൽപ്പ് ചെയ്യും. നിസിന്റെ ബ്രേക്ക് കാലിപ്പേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിലിപ്പോൾ വന്നേക്കുന്നത് MRFന്റെ ടയേഴ്സ് ആണ് കേട്ടോ. ആൻഡ് ABSന്റെ ഇൻഡിക്കേഷൻ കാണാം. ഈ ഒരു മോഡലിന് സിംഗിൾ ചാനൽ ABS ആണ് വന്നേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ മോഡലിന് മാത്രമാണ് ഡുവൽ ചാനൽ ABS വന്നേക്കുന്നത്. ആൻഡ് സൈഡിലോട്ടൊക്കെ എടുത്താൽ അത്യാവശ്യം നല്ല അഗ്രസീവ് ഡിസൈൻ തന്നെയാണ്. നമ്മുടെ ഹോണ്ടയുടെ ലോഗോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ആൻഡ് ഹോർനെറ്റ് റിട്ടേൺ റൈറ്റ് ദെയർ അത്യാവശ്യം നല്ല രീതിയിൽ കൊള്ളാം. ആൻഡ് താഴെ ആയാലും ഈ ഒരു അണ്ടർബെല്ലി പാർട്ട് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റാൻസ് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഒരു 184.4cc എയർ കൂൾ 2 valve എഞ്ചിനാണ് കൊടുത്തേക്കുന്നത്. പുട്ടിംഗ് ഔട്ട് അറൗണ്ട് 17.2 bhp at 8500 RPM ആൻഡ് അറൗണ്ട് ഒരു 16.1 Nm ഓഫ് ടോർക്ക് at 6000 RPM. സോ പഴയ ഹോർനെറ്റ് വെച്ച് നോക്കുമ്പോൾ പവറും ടോർക്കും ഒരു 2 Nm 2 HP ആയിട്ട് കൂടിയിട്ടുണ്ട്. 2 valve ഉള്ളത്. അതുകൊണ്ട് റിലേറ്റീവ്ലി നമ്മുടെ സിറ്റീസിലൊക്കെ ക്വിക്ക് ഓവർടേക്സിനൊക്കെ അത്യാവശ്യം നല്ല ടോർക്ക്, ഇത് ടോർക്ക് ഹിറ്റിങ്ങിന്റെ ലോവർ RPM കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വിക്ക് ഓവർടേക്സിന് അത്യാവശ്യം ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടോപ്പ് ആൻഡ് പെർഫോമൻസ് വുഡ് ബി ലെസ് എന്ന് വേണമെങ്കിൽ പറയാം. മെയിനായിട്ട് നമുക്ക് സിറ്റിയിൽ നമുക്കൊന്ന് കൈ കൊടുത്ത് ഓടിച്ച് നമുക്ക് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് തോന്നുന്നു. ഈ ഒരു പവർ ഫിഗേഴ്സ് കണ്ടിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം. ആൻഡ് സെഗ്മെന്റ് എടുത്ത് നോക്കുകയാണെങ്കിലും വൺ ഓഫ് ദ ലീസ്റ്റ് പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് ആണ്. പേട്ട് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഞാൻ ഓടിച്ചപ്പോൾ ശരിക്കും എനിക്കൊരു ഗിയറിൻ്റെ ഒരു ആവശ്യം കൂടി ഉള്ള പോലെ തോന്നി. എന്തായാലും ഞാൻ ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് ഇപ്പോൾ വന്നേക്കുന്നത് ഒരു ഡയമണ്ട് ഫ്രെയിമാണ് നമ്മുടെ വണ്ടി വന്നേക്കുന്നത്. അത്യാവശ്യം ഒരു ലൈറ്റ് വെയിറ്റ് ഫ്രെയിമാണ്. അത് കുഴപ്പമില്ലാണ്ട് നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ നൈസായിട്ട് കൊണ്ടുപോകും. ആൻഡ് നമ്മുടെ സ്വിംഗാം വന്നിട്ട് അങ്ങനെ സ്വിംഗാം ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. ബോക്സ് ടൈപ്പ് സ്വിംഗാമാണ് വന്നേക്കുന്നത്. ആൻഡ് എക്സോസ്റ്റ് നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ബാരൽ എക്സോസ്റ്റ് ആണ്. ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ആണ്. ഒരു 220mm ആണ് വന്നേക്കുന്നത്. സ്മോളസ്റ്റ് ആണ് ഇൻ സെഗ്മെന്റ്. ബാക്കിൽ ബ്രേക്കിന്റെ ബൈറ്റ് ഒക്കെ അത്യാവശ്യം കുറവാവണം ഈ സെഗ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ. നമുക്ക് ഓടിച്ച് നോക്കാം. നിസിന്റെ ബ്രേക്ക് കാലിപ്പർ ഒക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. ബാക്കിൽ ടയർ വന്നിട്ട് ഒരു 140 സെക്ഷനാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല വൈഡർ ടയേഴ്സ് ആണ് സെഗ്മെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ. ആൻഡ് സസ്പെൻഷൻ അവിടെ റെഡിൽ കൊടുത്തേക്കുന്നതാണ്. മോണോഷോക്ക് ആണ് വന്നിട്ടുള്ളത്. 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. സ്റ്റിഫർ ആയിട്ടാണ് ശരിക്കും സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ബാഡ് റോഡ്സിലൊക്കെ അത്യാവശ്യം അറിയുന്ന രീതിയിലാണ് ഇതിന്റെ റൈഡിംഗ് ക്വാളിറ്റി ഒക്കെ വരുന്നത്. ആൻഡ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നാൽ നമ്മുടെ ഹോർനെറ്റിന്റെ എക്സ് ഷേപ്ഡ് LED DRL കാണാം. ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ്. പാഡ് വിത്ത് LED ഇൻഡിക്കേറ്റേഴ്സ്, നമ്മുടെ റിഫ്ലക്ടേഴ്സ് റൈറ്റ് ദെയർ. ഹോണ്ടയുടെ ഇൻഡിക്കേഷൻ ഒക്കെ നമ്മുടെ ഈ ഒരു ഹഗറിൽ കൊടുത്തേക്കുന്നത് കാണാം. അത്യാവശ്യം വലിയ ഹഗറല്ല, നീറ്റായിട്ട് അങ്ങനെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാരി ഗാർഡ് നമുക്കിവിടെ കാണാം. അത്യാവശ്യം വലിയൊരു സാരി ഗാർഡ് തന്നെയാണ്. എൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി പോകുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഈ ഒരു സാരി ഗാർഡ് വെച്ചിട്ട്. എന്നാലും കുഴപ്പമില്ല, സേഫ്റ്റി ഫസ്റ്റ്. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ ഗ്രാബ് ബാർ ഒക്കെ നല്ല നൈസായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് ഇതിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ. സീറ്റ് വന്നേക്കുന്നത് സ്പ്ലിറ്റ് സീറ്റാണ്. അത്യാവശ്യം ഹാർഡാണ് കുഷനൊക്കെ. ഇത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയാണ് ഇതിൻ്റെ കീ ഹോളൊക്കെ കൊടുത്തേക്കുന്നത്. ആൻഡ് ഇനി നമുക്ക് മെല്ലെ ഇരുന്ന് നോക്കാം ഇതിൻ്റെ കംഫർട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന്. അത്യാവശ്യം ഇരിക്കുമ്പോൾ നല്ല റിലാക്സ്ഡ് ആണ്. എൻ്റെ കാലൊക്കെ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ എം 5 foot
11. ഒരു 795 mm ഓഫ് സീറ്റ് ഹൈറ്റ് ആണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത്. ഷോർട്ട് റൈഡേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സെഗ്മെന്റ് എടുത്ത് നോക്കുകയാണെങ്കിലും വൺ ഓഫ് ദ ലോവസ്റ്റ് സീറ്റ് ഹൈറ്റ് ആണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കുഷന്റെ ഫീല് ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല. അത്യാവശ്യം ഒരു ബാക്കിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, സ്പ്ലിറ്റ് സീറ്റും കൂടെ ആയതുകൊണ്ട്. ക്ലസ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു LCD സെറ്റപ്പ് ആണ് കൊടുത്തേക്കുന്നത്. അതിൽ നമ്മുടെ ടാക്കോമീറ്റർ കാണാം, സ്പീഡോമീറ്റർ, പിന്നെ നമ്മുടെ ഓഡോമീറ്റർ, ടൈം, പിന്നെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ, പിന്നെ നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും വന്നിട്ടുണ്ട്. ബാക്കിയുള്ള വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇപ്പോൾ വരുന്ന വണ്ടിക്ക് ഒരു സ്ക്വയർ ടൈപ്പ് ഷേപ്പിൽ ഒരു TFT ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. സ്വിച്ച് ഗിയറിന്റെ ക്വാളിറ്റി ഒക്കെ കൊള്ളാം. ഇത് നമ്മുടെ ബ്രൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ളത്, പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഇതാണ് നമ്മുടെ ഹോൺ വന്നേക്കുന്നത്. ഇത് നമ്മുടെ ഹസാർഡ് ലൈറ്റിന്റെ സ്വിച്ച്. ഇത് നമുക്ക് വണ്ടിയുടെ കിൽ സ്വിച്ച്. ആൻഡ് ഇത് നമ്മൾ ഓൺ ആക്കിയിട്ട് നമുക്ക് ഇവിടെ പ്രസ് ചെയ്താൽ നമ്മുടെ വണ്ടി ഓൺ ആവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലച്ചും കൂടെ പിടിച്ചിട്ട് വണ്ടി ഓൺ ആക്കാം. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്റ്റാൻഡ് ഇടുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയും വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ടാങ്കിൻ്റെ ഡിസൈനൊക്കെ അത്യാവശ്യം കൊള്ളാം, നല്ല അഗ്രസീവ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടാണ് നമ്മുടെ ഫ്യൂൽ ടാങ്ക് ഒക്കെ ഫിനിഷ് ചെയ്തേക്കുന്നത്. നമ്മുടെ സിൽവർ ടച്ചസ് ഒക്കെ കാണാം. ഹോണ്ട റിട്ടേൺ റൈറ്റ് ദെയർ. പിന്നെ ഇവിടെ ഒരു E20 കംപ്ലൈൻറ്റിൻ്റെ ഒരു സ്റ്റിക്കറും കാണാം. ഈ ഒരു വണ്ടി E20 കംപ്ലൈൻ്റ് ആണ്. എക്സോസ്റ്റ് നോട്ടും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഇനി നമുക്ക് സ്ട്രൈറ്റ് അവേ നമുക്ക് വണ്ടി ഓടിക്കാം. ആൻഡ് ഇവിടെ നിന്നൊക്കെ ഓടിക്കുമ്പോൾ അത്യാവശ്യം സസ്പെൻഷൻ്റെ വർക്ക് നല്ല സ്റ്റിഫറായിട്ടാണ് തോന്നുന്നത്. എല്ലാം അത്യാവശ്യം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന്. അത്യാവശ്യം നല്ല സ്മൂത്തറായിട്ടാണ് ഗിയറും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പീഡ്സിൽ എൻഗേജ് ആവുന്നത്. ഭയങ്കര എഫേർട്ട്ലെസ് ആണ്. നമുക്ക് അങ്ങനെ നൈസായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. തീരെ എഫേർട്ട്ലെസ് ആണ്. നമുക്ക് ക്ലച്ചിൻ്റെ സൈഡിൽ നിന്നുള്ള ടൈറ്റൊക്കെ വളരെ കുറവാണ്. ഭയങ്കര സ്മൂത്താണ് അവിടെ നിന്നുള്ള ഗിയർ ഷിഫ്റ്റൊക്കെ. അപ്പോൾ അങ്ങനെ നൈസായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ശരിക്കും ഈ ഒരു ഹോർണറ്റ്. ഈ ഹമ്പ് ഒന്ന് ചാടിച്ച് നോക്കട്ടെ. റീബൗണ്ടൊക്കെ കുറവാണ്. അടി അങ്ങോട്ട് ഫീൽ ചെയ്യുന്നു ബാക്കിൽ. ഒരു 20 ആണ്. ജസ്റ്റ് ഒന്ന് തേർഡ് ഗിയർ ഇടുമ്പോൾ നൈസായിട്ട് അത്യാവശ്യം നോക്കിംഗ് ഇല്ലാണ്ട് നമുക്ക് എടുത്തു പോകാൻ പറ്റുന്നുണ്ട്. സിറ്റീസിലൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. വലിയ രീതിയിൽ ഗിയർ ഷിഫ്റ്റ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ എടുത്തു പോകാൻ. ഇതിൻ്റെ ഗിയർ സിസ്റ്റം വന്നിട്ട് അത്യാവശ്യം ഷോർട്ട് ഗിയറിംഗ് ആണ്. എന്നാലും നമുക്ക് ഇത്രയും നോക്കിംഗ് ഇല്ലാണ്ട് പോകാൻ പറ്റുന്നതുകൊണ്ട് സിറ്റീസിൽ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യും ഇത്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ടു, ജസ്റ്റ് സെക്കൻഡ് ഇട്ട് നോക്കട്ടെ എടുക്കാൻ പറ്റുന്നുണ്ടോന്ന്. യെസ്, ക്ലച്ച് ഇല്ലാണ്ട് തന്നെ സെക്കൻഡിലും നൈസായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു 168 mm സംതിങ് ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നേക്കുന്നത്. സെഗ്മെൻറ്റിൽ ഏറ്റവും ലോവസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇത് ബാക്കിയുള്ള റിവൽസ് വെച്ച് നോക്കുമ്പോൾ. ഇങ്ങനെ അത്യാവശ്യം ക്വിക്കായിട്ട് നമുക്കിങ്ങനെ ഓവർടേക്ക് ചെയ്തൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടി. മിഡ് റേഞ്ച് കൊള്ളാം. അതായത് നമുക്ക് അങ്ങനെ ഉണ്ടോ, ഇത് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നിന്നാൽ അവൻ നമ്മളെ തട്ടിപ്പോവും. എന്തായാലും മിഡ് റേഞ്ച് കൊള്ളാം ഈ ഒരു വണ്ടിയുടെ. അത്യാവശ്യം സ്റ്റേബിൾ ആണ്. നമ്മളെ ഹൈവേസിലൊക്കെ നൈസായിട്ട് അങ്ങനെ പ്ലാൻഡ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. സ്റ്റിഫർ സസ്പെൻഷൻ ആണ് വന്നേക്കുന്നത്, സോഫ്റ്റ് ആയിട്ടല്ല. അങ്ങനെ പ്ലാൻഡ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ വണ്ടി. ഒരു 12 ലിറ്ററാണ് ഈ ഒരു വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വന്നേക്കുന്നത്. ഒരു 45 kmpയിലൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ആവറേജ് മൈലേജ് വന്നേക്കുന്നത്. 55 വരെയൊക്കെ പോവാം ശരിക്കും ഹൈവേയിൽ. ഒരു 550 കിലോമീറ്റർ ഒക്കെ നമുക്ക് ഫുൾ ടാങ്കിൽ റേഞ്ച് പിടിക്കാം. ആൻഡ് അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് മൈലേജ് തരുന്ന വണ്ടി ഈ ഒരു വണ്ടി തന്നെയാണ്. നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ പിന്നെ ആസ് യൂഷ്വൽ ഇറ്റ്സ് എ ഹോണ്ട റിഫൈൻമെന്റ് ലെവൽസ് ആർ ടു ഗുഡ്. നമുക്ക് ഫുഡ് പെക്സിലും പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാർസിലും ലോവർ RPMസിലൊന്നും വൈബ്സേ അടിക്കുന്നില്ല. ഭയങ്കര സൈലന്റ് ആണ് നമ്മുടെ എഞ്ചിൻ വന്നേക്കുന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഹയർ RPMത്തിൽ ഇടുമ്പോൾ തന്നെ 8000 RPM ആയാൽ പോലും ഫുഡ് പെക്സിലും ഇതിലും വൈബ്രേഷൻ അത്യാവശ്യം മിനിമലാണ് കമ്പയർഡ് ടു അതർ മോട്ടോർ സൈക്കിൾസ് ഇൻ സെഗ്മെന്റ്. ആൻഡ് ഈ ഒരു വണ്ടിക്ക് സിംഗിൾ ചാനൽ ABS ആണ് വന്നേക്കുന്നത്. ബാക്ക് വീല് ഹാർഡ് ബ്രേക്കിംഗിൽ ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. 40, 56. യെസ്, ബാക്ക് വീല് ഞാൻ പിടിക്കുമ്പോൾ നല്ല രീതിയിൽ ലോക്ക് ആവുന്നുണ്ട്. ബാക്ക് ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് സിംഗിൾ ചാനൽ ABS വന്നേക്കുന്നത്. ബാക്കിൽ ഇങ്ങനെ ലോക്ക് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്ത്. പുതിയ ഹോർണറ്റിനാണ് ഇപ്പോൾ ഡുവൽ ചാനൽ ABS ഒക്കെ വന്നേക്കുന്നത്. പഴയതിന് ഇപ്പോഴും സിംഗിൾ ചാനൽ തന്നെയാണ്. വേറെ സംഭവം കാണിച്ചു തരാം. ഇതിപ്പം 4th ഗിയർ ഇട്ടു, 5th ഗിയർ ഇട്ടു. അഥവാ നമ്മൾ നല്ല രീതിയിലുള്ള അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ സ്ലിപ്പർ ക്ലച്ച് വീല് ലോക്ക് ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട് ഈ ഒരു വണ്ടിക്ക്. ഓ, ഇങ്ങനെ എന്തും നോക്കിയാൽ ദൈവമേ എടുക്കുന്നു. അങ്ങനെ അത്രയും പേടിച്ചിട്ടുണ്ടാവോ വിറ്റാരക്കാരൻ? ഹൈവേസിലൊക്കെ ഇങ്ങനെ യൂട്ടേൺ എടുക്കുമ്പോൾ കണ്ണും പൂട്ടി എല്ലാവരും എടുക്കുന്നത്. എന്ത് ചെയ്യാൻ? രണ്ട് സൈഡും നോക്കി ഉറപ്പാക്കിയിട്ട് എടുക്കണ്ടേ, അല്ലെങ്കിൽ വെറുതെ ആൾക്കാർ പാനിക് ആക്കുന്നത് എന്തിനാണ്? ഇപ്പം നമ്മൾ നല്ല ഹൈറ്റ് കൂടിയ ആളാണെങ്കിൽ
ചെറിയൊരു വണ്ടി ഓടിച്ച് അങ്ങനെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. നമ്മൾ MT-15 ഒക്കെ ഞാൻ പണ്ട് ഓടിച്ച പോലെ അത്യാവശ്യം ലോവർ ആയിട്ടാണ് ഈ ഒരു വണ്ടി ഉള്ളത്. ഈ ഒരു ഫ്രണ്ട് വ്യൂ നിന്ന് നമുക്ക് വണ്ടിയെ കാണാൻ പറ്റുന്നില്ല എനിക്ക് ഹെൽമെറ്റിൽ നിന്ന്. നൈസായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഈ ഒരു വ്യൂ ആണ് എനിക്ക് കിട്ടുന്നത്. ശരിക്കും എനിക്ക് ഇപ്പോഴേ ഈ ഒരു സ്പീഡിൽ ഇതിപ്പോൾ 4000 RPM പൊക്കോണ്ടിരിക്കുന്നത്. ശരിക്കും ഇനി ഒരു ഗിയറിൻ്റെയും കൂടെ എനിക്കൊരു അഡീഷൻ വേണമെന്ന് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഹൈവേസിലും കൂടെ നോക്കാം എത്രത്തോളം നമുക്ക് ആ ഗിയറിൻ്റെ ഒരു ആവശ്യകത വരുന്നുണ്ടെന്ന്. ഇപ്പോഴേ എനിക്ക് ഒരു ഗിയറും കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ ഈ ഒരു വണ്ടീനെ ഒന്ന് റിലാക്സ്ഡ് ആക്കാനേ ഈ ഒരു സ്പീഡിലൊക്കെ. എൻജിൻ ബ്രേക്കിംഗ് ഒക്കെ വേണ്ടി വരും നമ്മൾ ഹാർഡ് ബ്രേക്കിങ്ങിന്, അല്ലെങ്കിൽ നമ്മുടെ വീൽസ് ലോക്കാവും. അത്യാവശ്യം കയറി പോകുന്നുണ്ട് വണ്ടി. എന്നാലും എനിക്ക് പേഴ്സണലി ഈ ഒരു വണ്ടി ടോപ്പ് എൻഡിൽ നല്ല രീതിയിൽ സ്ട്രെസ് ആവുന്ന പോലെ തോന്നുന്നു. നമുക്ക് എന്തായാലും ആ ഒരു ഹൈവേ ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടി ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഗിയർ, പിന്നെ ഈ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ ഒന്നും വന്നിട്ടില്ല, പുതിയ തന്നെയാണ് ട്രാക്ഷൻ കൺട്രോൾ വന്നത്. ഇത്ര മതി. എന്തായാലും നമ്മുടെ വീലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങിയായിരുന്നു നമ്മുടെ വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ. കൊള്ളാം, അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്സിലറേഷൻ ഉണ്ട്. ഇതൊരു 150cc to 200cc ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു റേഞ്ചിലുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു വണ്ടി തരുന്നത്. 0 to 60 വരുന്നത് അറൗണ്ട് ഒരു 4.5 seconds, 0 to 100 വരുന്നത് അറൗണ്ട് ഒരു 14.5 seconds റേഞ്ചിലൊക്കെയാണ് വരുന്നത്. സ്റ്റിൽ ദ സ്ലോവർ ഇൻ സെഗ്മെൻ്റ് ആണ് കൺസിഡറിങ് 0 to 100 ആൻഡ് ഓൾ. 0 to 60 പിന്നെയും കുഴപ്പമില്ലാണ്ട് എത്തുന്നുണ്ട്. ഒരു 120 kmph ഒക്കെ നമുക്ക് ടോപ്പ് സ്പീഡ് ഈ ഒരു വണ്ടിയിൽ പിടിക്കാം ശരിക്കും. അതിൻ്റെ അങ്ങോട്ടേക്ക് നല്ല സ്ട്രെസ്ഡ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ ഞാൻ ലാസ്റ്റ് എത്തിച്ചത് അറൗണ്ട് ഒരു 115 ആണ് സ്പീഡ്. അതിലും അത്യാവശ്യം നല്ല സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്ത ആ ഒരു സ്പീഡിൽ തന്നെ നമ്മൾ MT-15 കണ്ട പോലെ ഒരു 6th ഗിയറും കൂടി ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് റിയലി ഹെൽപ്പ്. MT-15 ഒക്കെ നമുക്ക് ഈ ഒരു സ്പീഡ് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം റിലാക്സ്ഡ് ആയി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ശരിക്കും. ഒന്നുകൂടി നമുക്ക് പുഷ് ചെയ്യാം. ഒക്കെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയാം. 70-80 റേഞ്ചിൽ ഇങ്ങനെ നൈസായിട്ട് പോകാം. ഒരു 5000-6000 RPM ഈ ഒരു വണ്ടി പോകുന്നത്. സോ ടോപ്പ് ആൻഡ് പെർഫോമൻസിന് വലുതായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. നല്ല സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടായിരിക്കും പോവുക. എന്നാലും ഇതേപോലെ നിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ, ക്വിക്ക് ഓവർടേക്സ് ഒക്കെ ചെയ്ത് അങ്ങനെ പോകാൻ ഹോർനെറ്റ് വുഡ് റിയലി ഹെൽപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സർവീസ് കോസ്റ്റ് നമ്മൾ വേറെ ഈ സെഗ്മെൻറ്റിലെ വണ്ടി എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ലോവർ ആണ് ശരിക്കും ഹോർനെറ്റിന്. പുതിയ ഹോർനെറ്റ് എടുക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല, കാരണം ഡുവൽ ചാനൽ ABS വന്നിട്ടുണ്ട്, നമ്മുടെ പുതിയൊരു TFT ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഹോണ്ട വണ്ടി എടുക്കുന്നവർ ഈ ഒരു വണ്ടിയുടെ റിലയബിലിറ്റി വെച്ചിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. പീസ് ഓഫ് മൈൻഡ് ആണ്, നൈസായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം, അത്യാവശ്യം മൈലേജ് കിട്ടും. അതൊക്കെ വെച്ച് നമുക്ക് ഒരു അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്ന ഒരു വണ്ടി വേണമെങ്കിൽ ഹോർനെറ്റ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ഡ്രോബാക്ക് പോലെ തോന്നി, പെർഫോമൻസ് ഇല്ലാത്തത് കേട്ടോ, ഔട്ട് റൈഡ് പെർഫോമൻസ് ഇല്ലാത്തത്. പിന്നെ നമ്മുടെ ഒരു 6th ഗിയറിൻ്റെ ഒരു അഭാവം, പിന്നെ നമ്മൾ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ അല്ലാണ്ട് അത്യാവശ്യം സ്റ്റിഫായിട്ട് അങ്ങനെ പോകുന്ന ആ ഒരു ഫീൽ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു വണ്ടിയിൽ നിന്ന്. ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്ത ഡ്രോബാക്സ്. ഈ വണ്ടി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയാം, എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്. ഈ 2.0-നെക്കാട്ടും ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത് നമ്മുടെ 160R ആണ്. ആ വണ്ടിക്ക് നല്ല സെയിൽ പിടിച്ച പോലെ എനിക്ക് തോന്നുന്നു. 2.0 വന്നപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ടൊന്നും ഞാൻ കണ്ടില്ല. അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ജിക്സറാണ്. അതിൻ്റെ അടീൻ്റെ അത്രയൊന്നും ഇല്ല കേട്ടോ, അത് വല്ലാത്ത അടിയാണ് വണ്ടി. ഇത് അതിനേക്കാട്ടും കുഴപ്പമില്ല, കൊള്ളാം. ജിക്സർ 2015, അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാനൊരു ദിവസം വരാം. അത്യാവശ്യം നൈസായിട്ട് എൻ്റെ അടിയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട്. ഷോർട്ട് റൈഡേഴ്സിനൊക്കെ ലോങ് റൈഡിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും തോന്നുന്നു. ഞാൻ ലോങ് റൈഡേഴ്സിനൊക്കെ നടുവേനിക്കും ഈ ഒരു വണ്ടി നമ്മൾ അതിനെ ഓടിച്ചാൽ. ഒരു പ്രത്യേക ഒരു പോസ്റ്ററിലാണ് ഹൈറ്റ് കൂടിയ ആൾക്കാർ ഇരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഒരു അഡ്വഞ്ചർ ബൈക്കൊക്കെ എടുക്കണമെന്നുണ്ട്, ഒരു എക്സ്പൾസോ അതൊക്കെ എടുത്താൽ എൻ്റെ റൈഡിങ് പോസ്റ്ററിന് ബെസ്റ്റായിരിക്കും. കോർണർ ചെയ്യാനും ഇതിപ്പോൾ വലിയ കോർണറൊന്നും അല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അഗ്രസീവ് കോർണറിങ്ങിന് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര സ്റ്റേബിളായിരിക്കുന്നത്.
പട്ടിക്കുട്ടൻസ്. സോ അതൊക്കെയാണ് നമ്മുടെ ഹോർണറ്റ് 2.0ൻ്റെ വിശേഷങ്ങൾ. വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വണ്ടിയുടെ യൂസർ ഓണേഴ്സ് ജസ്റ്റ് ഷെയർ യുവർ എക്സ്പീരിയൻസ് അബൌട്ട് യുവർ ബൈക്ക്. അപ്പോൾ അടുത്തൊരു റൈഡിൽ കാണാം. ബൈ ബൈ.